സ്വാഗതം ശർമ്മജി. നമസ്കാരം. നമുക്ക് കത്ത് വന്നിരിക്കുന്നത് എറണാകുളത്ത് നിന്നാണ്. ആരാണ്? രാജേഷാണ് കത്ത് അയച്ചിരിക്കുന്നത്. എന്താണ്? രാജേഷ് പറഞ്ഞിരിക്കുന്നത്, വിദേശത്ത് എനിക്ക് നല്ല ജോലി ഉണ്ടായിരുന്നു. കുടുംബപരമായ ചില പ്രശ്നങ്ങൾ കാരണം നാട്ടിൽ വരേണ്ടി വന്നു. ഇപ്പോൾ എനിക്ക് വിദേശത്തും നാട്ടിലും ജോലിക്കായി ഞാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഒരു ജോലിയും ലഭിക്കുന്നില്ല. വല്ലാത്ത മാനസിക പ്രയാസത്തിലാണ് ഞാൻ. ഇനി എന്നത്തേക്ക് ഒരു ജോലി ലഭിക്കുമെന്നും ആണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ബർത്ത് ഡീറ്റെയിൽസ് ഒപ്പം ചേർക്കുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് സമയദോഷം തന്നെയാണ്. കാരണം ചോദ്യത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഭംഗ്യന്തരേണ മറച്ചു വച്ചിരിക്കുന്നു. ദശാകാലങ്ങളും അതിൻ്റെ അപഹാരങ്ങളും എടുക്കുമ്പോൾ സൂര്യദശയിലെ സർപ്പം അപഹാരം 10 മാസം 24 ദിവസമാണ്. സംഭവം ആ സമയത്താണ് നാട്ടിലോട്ട് വരാൻ തോന്നിയതും നാട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വീട്ടിൽ കുടുംബപരമായും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം സൂര്യനും രാഹുവുമായി ശത്രുവായതുകൊണ്ടാണ് സൂര്യഗ്രഹണം. രാഹു വിഴുങ്ങുന്നു, അല്ലെ രാഹു മറയ്ക്കുന്നു, ചന്ദ്രനെയും മറയ്ക്കുന്നു. അർത്ഥകായം മഹാവീര്യം ചന്ദ്രാദിത്യ വിമർദ്ദനം. സൂര്യചന്ദ്രന്മാരെ മറയ്ക്കുന്ന ഒരാളാണ് രാഹു. ആ രാഹുവിൻ്റെ നിഴലാണ് ഭൂമിയിലേക്ക് പതിയുന്നത്. അതുകൊണ്ട് സൂര്യൻ എപ്പോഴും ശത്രുക്കളാണ് രാഹുവിനും ശത്രുവാണ് സൂര്യനും. അവരെ അപഹരിച്ചത് സൂര്യൻ വിളിച്ചത്ത് പറഞ്ഞു, അതുകൊണ്ട് നിങ്ങളുടെ പടലി വാലും വെട്ടിമുറിച്ചു, നിന്നെ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ആ ചെവിയെ നുള്ളിക്കോ എന്ന് പറഞ്ഞ മൂലമാണ് ഗ്രഹണം നടക്കുന്നതെന്നൊക്കെ പൗരാണികപരമായ കാര്യങ്ങൾ. ശാസ്ത്രീയമായി ഗ്രഹങ്ങളുടെ മറവുകൾ കൊണ്ട് ഭൂമിയിൽ നെതിൽ വരുന്നു. ഈ നെതിൽ സമയത്ത് ചില ഞാഞ്ഞൂലിന് പോലും അമിതമായ വിഷമുണ്ടെന്നുള്ളത് സത്യമാണ്. ആ സമയത്ത് ഏക്കുന്ന മുറിവുകൾ പോലും ഉണങ്ങുന്നില്ല. ആ സമയത്തെ ഫുഡിനകത്തൊക്കെ വിഷാംശമുണ്ട്, ഏക്കുന്ന ബാധകളുണ്ട്, പുതിയ പുതിയ രോഗങ്ങളുടെ ഉറവിടം ആ ഗ്രഹണത്തെ തുടർന്നുണ്ടാവുന്നുണ്ട്. അതിന് പുതിയ പേരുകൾ ഇടുന്നുണ്ട്, മറുമരുന്നുകൾ കണ്ടുപിടിക്കുന്നുണ്ട്. ഒക്കെ ആണെങ്കിലും ഗ്രഹണം തന്നെയാണ്. ആ സമയത്ത് ഞാഞ്ഞൂലും തല പൊക്കും. അപ്പം വിഷം ഉള്ളിടത്ത് ചില ക്ഷുദ്രജീവികളൊക്കെ ഉണ്ടാവും. ആ സൂര്യനെ വിഷം വിഴുങ്ങുന്ന 10 മാസം 24 ദിവസം 11 മാസം ഒന്ന് പിടിച്ചോളൂ. ഈ സമയത്ത് നാട്ടിൽ വരാൻ തോന്നി. പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ട്. അവിടെ ചില വഴക്കോ കാര്യങ്ങളോ ഉണ്ടായി. വെളിയിലേക്ക് പോകാൻ പറ്റുന്നതിന് മുമ്പ് വല്ല കാര്യങ്ങളോ കേസോ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് എയർഡ്രോം വരെ പോകാനേ പറ്റുള്ളൂ, പിന്നെ പോകാൻ പറ്റുകയില്ല. കാരണം കേസ് വന്നു കഴിഞ്ഞാൽ അങ്ങനെയല്ലേ, അടിപിടി ഉണ്ടാവും, ആക്രമണങ്ങളുണ്ടാവും. ഇതിനായിട്ട് തന്നെ ഇരിക്കുന്നവരുണ്ട്. ആളിനെ വിദേശത്തേക്ക് വിടാതെ കേസാക്കി കഴിഞ്ഞാൽ ഒത്തുതീർപ്പാവും കേസ്. പക്ഷേ ചിലർ വാശിപ്പുറത്ത് ഒത്തുതീർപ്പാക്കുകയില്ല. അങ്ങനെ മർമ്മപ്രധാനമായ ഗവൺമെൻറ് ജോലി, വിദേശയാത്ര, വോട്ട്, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾക്ക് ഈ കേസ് അതുപോലെ ക്രിമിനൽ കുറ്റങ്ങൾ ഒക്കെ ബാധകമാണ്. ചിലർക്ക് കല്യാണത്തിന് വരെ ബാധകമാണ്. അതുപോലെ തന്നെ മറ്റു ചില വ്യവസ്ഥകൾക്കും ഈ ക്രിമിനൽ കുറ്റങ്ങൾ ബാധകമാണ്. അപ്പോൾ ഇങ്ങനെ കുറ്റപ്പെടുത്താൻ ആരെങ്കിലും നല്ല അഡ്വക്കേറ്റുകൾ പറഞ്ഞു കൊടുത്തു കാണും. ബഹളം ഉണ്ടാക്കിക്കും, അടിപിടി ഉണ്ടാവും, കേസാക്കും, വെളിയിലോട്ട് പോകണ്ട. വെളിയിലോട്ട് പോകാതിരുന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ പോലെയല്ല. ജോലി അന്നേരം പോയി. തലേ ദിവസം സായിപ്പ് സ്വപ്നം കണ്ടാൽ മതി, പിറ്റേ ദിവസം ജോലിയില്ല. ഇങ്ങനെയാണ് ജോലി പോയിരിക്കുന്നത്. അപ്പോൾ അതിന് കാരണങ്ങൾ അവിടെ മുഴുവൻ എഴുതിയിട്ടില്ല. അപ്പം സൂര്യദശയിലെ സർപ്പാപഹാരമായ സമയത്ത് അവിടുന്ന് പോരാനും തോന്നി. വീട്ടിലെന്തോ ബഹളോ അല്ല മറ്റെന്തെങ്കിലോ പ്രശ്നങ്ങൾ കൊണ്ട് നിയമപരമായ കുഴപ്പങ്ങൾ സംഭവിച്ചു. അപ്രതീക്ഷിതമായ സ്ഥാനനഷ്ടം ഉണ്ടാവുമെന്നാണ്. അപ്രതീക്ഷിതമായ ധനനഷ്ടം, അപ്രതീക്ഷിതമായ കേസ്, അപ്രതീക്ഷിതമായി കച്ചേരി കോടതി കയറേണ്ട കാലഘട്ടങ്ങൾ, അപ്രതീക്ഷിതമായി മാനക്ഷതം, ഇതെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ടുണ്ടായി. ഇനി ആ രാഹുവിൻ്റെ അപഹാരം കഴിഞ്ഞ് വ്യാഴം അപഹാരം എടുക്കും. അവിടെ ഒരു കോംപ്രമൈസ് ഉണ്ട്. വ്യാഴം പ്രവേശിച്ച് കഴിയുമ്പം 1000 ദോഷത്തെ ഗുരു ഹന്തി ചെയ്യുമെന്നാണ്. 1000 ദോഷങ്ങളുണ്ടായാൽ പോലും ഗുരു, അതായത് വ്യാജഗ്രഹം, അതിനെ നശിപ്പിച്ച് കളയുന്നതാണ്. അത്ര നെറ്റ് ഓഫ് പവറാണ്. ആ വ്യാഴത്തിൻ്റെ അപഹാരം എടുക്കുകയാണ്. ചുരുക്കത്തിൽ ഏതാണ്ടൊരു 10 മാസം 24 ദിവസത്തിൽ ഇപ്പോൾ എന്നാണ് നാട്ടിൽ വന്നതെന്നൊന്നും ഉള്ള വിവരമില്ല. ആ 10 മാസം 24 ദിവസം ജോലിയിൽ നിന്ന് മാറി കഴിയുമ്പോൾ പുതിയ ജോലിയോ ഉള്ളിടത്ത് തന്നെ വിളിക്കുകയോ ഈ കേസും കാര്യങ്ങൾക്കും വഴക്കോ വെക്കാനോ അല്ല മറ്റെന്താണ് ഇവിടെ ഉണ്ടായത് ആ വിഷയങ്ങൾ സോൾവ് ചെയ്യും. അതുവരെ ദേഹക്ഷതം, മാനക്ഷതം, കുടുംബത്തിൽ കശപിശ, എവിടെയും ഒരു വിലയില്ലാതെ വരിക, ജോലിയില്ലാതെ വന്നു കഴിയുമ്പം പണമില്ലാതെ വരും,
ബാക്കി എല്ലാ കാര്യങ്ങളും വെള്ളത്തിലായി. കാരണം തൊഴിൽ പ്രാധാന്യവും ദ്രവ്യ പ്രാധാന്യവും അതിനെ മുൻനിർത്തിയുള്ള ജീവിതങ്ങളും ഈ നൂറ്റാണ്ടിൽ വളരെ ബാധകമാണല്ലോ. അതുകൊണ്ട് ഇതിനൊക്കെ മുൻതൂക്കം വരികയും ഇത്തരം കാര്യങ്ങൾക്ക് കോടാലി വെക്കുകയും ചെയ്യുന്ന ശത്രുക്കളും, ഈ ശത്രുക്കളുടെ അപഹാരമാണ് സൂര്യദശയിലെ സർപ്പാപഹാരം. അതുപോലെ സർപ്പാപഹാരം മാത്രമല്ല, വേറെയുണ്ട് ശത്രുഗ്രഹങ്ങൾ. ഇതിന് രാഹു ഹോമങ്ങൾ, സർപ്പബലി, സർപ്പത്തിന് 100 പാലും, അതുപോലെ ആദിത്യ ക്ഷേത്രത്തിൽ ഞായറാഴ്ച ദിവസം ദർശനം നടത്തുക, ശിവക്ഷേത്രത്തിൽ ധാര, ഇങ്ങനെയുള്ളതൊക്കെ ചെയ്താൽ ഇതിൻ്റെ കാഠിന്യങ്ങൾ ഒരു 80% വരെ കുറയും. അങ്ങനെ കുറഞ്ഞു കഴിയുമ്പോൾ തിരിച്ച് ജോലി കിട്ടും, വീണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ട് മാറും, കുടുംബത്തിലെ പ്രശ്നങ്ങൾ തലതായ്ക്കും, മൊത്തത്തിൽ വീണ്ടും പഴയ പ്രതാപത്തോടെ ജീവിക്കാൻ സാധിക്കും. ഇത് ഓരോ അപഹാരം നടത്തുക എന്ന് വെച്ചാൽ അപഹാരം എന്ന് പറഞ്ഞാൽ അപഹരിക്കുക എന്നാണ്. ഇപ്പോൾ ചില മരങ്ങളെ ഇത്തിക്കണ്ണി പിടിക്കുന്ന കണ്ടിട്ടില്ലേ? ആ മരങ്ങൾ ബലമല്ലെങ്കിൽ ഇത്തിക്കണ്ണി മരം കൊണ്ട് പോകും. അതുപോലെ തന്നെ വലിയ കൊലവാഴയ്ക്ക് നമ്മൾ താങ്ങ് കൊടുക്കുന്നു, ആ താങ്ങ് ബലമല്ലെങ്കിൽ വാഴ കാറ്റത്ത് വിടന്നു വീഴും. ദശാകാലം നന്നെങ്കിൽ ഈ അപഹാരം അത്ര ദോഷമല്ല. ദശാകാലം മോശമായതുകൊണ്ടാണ് അപഹരിക്കുന്ന അപഹാരനാഥന്മാർ. രാഹു കഴിഞ്ഞാൽ വ്യാഴം അപഹരിക്കും. വ്യാഴം അപഹരിച്ചാൽ അദ്ദേഹം വാരിക്കോരി കൊടുത്തേച്ചേ അപഹരിക്കുകയുള്ളൂ, ചുമ്മാ അപഹരിക്കുകയല്ല. രാഹു അതല്ല, കൊണ്ട് എല്ലാം നാറ്റിച്ച് കഴിഞ്ഞ് രാഹു പിൻവലിയുള്ളൂ. വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം സർവസമ്മതനാണ്. അദ്ദേഹം അപഹരിക്കുന്നതിനോടൊപ്പം അദ്ദേഹം വീട്ടിൽ ചെന്ന് കയറിയ ഗുണമുണ്ട്, ആ വ്യക്തിയെ ദേഹത്ത് തൊട്ടാൽ ഗുണമുണ്ട്, നേരെ നോക്കി ചിരിച്ചാൽ ഗുണമുണ്ട്, അനുഗ്രഹിച്ചാൽ ഗുണമുണ്ട്. അതുകൊണ്ടാണ് വ്യാഴഗ്രഹത്തിനും വ്യാഴാഴ്ച ദിവസവും വ്യാഴം നല്ല നിലയിൽ നിൽക്കുന്ന ഗജകേസരി യോഗത്തിനൊക്കെ ഒരു പവർ കൊടുത്തിരിക്കുന്നത്. ആ നില ചിന്തിക്കുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ വിശ്വസിച്ചേ പറ്റുള്ളൂ. രാഹു അപഹാരം തീർന്നു കഴിയുമ്പോൾ വ്യാഴാപഹാരം എടുക്കുമ്പോൾ തിരിച്ച് റിട്ടേൺ ജോലി കിട്ടും, ശമ്പളം കിട്ടും, പദവിയും പത്രാസും ഉണ്ടാവും, കുടുംബ പ്രശ്നങ്ങൾ തീരും, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും വേദനകൾ മാറും. ഈ പ്രതിവിധികൾ ചെയ്യുക.